ദുരന്തർ. കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ദുരന്തർ. ബോളിവുഡിന്റെ കംബാക്ക് പടം. 1200 കോടിക്ക് മുകളിലാണ് ഈ പടം വാരിക്കൂട്ടിയത്. ക്വാളിറ്റിയിലും മേക്കിങ്ങിലും സ്ക്രിപ്റ്റിലും ബോളിവുഡിൽ അവസാനത്തെ 10 വർഷം വന്നിട്ടുള്ളത് വെച്ച് പീക്ക് പടമാണ് ദുരന്തർ. ദുരന്തർ ഒരു വലിയ സിനിമയാണ്. 10 മണിക്കൂറിനടുത്തായിരുന്നു പടത്തിന്റെ ഡ്യൂറേഷൻ. ഈ 10 മണിക്കൂർ എന്ന് പറയുന്നത് മൊത്തം ദുരന്തറാണ്. അങ്ങനെയാണ് ഈ പടം 2 പാർട്ടുകളായി സ്പ്ലിറ്റ് ചെയ്തത്. 10 മണിക്കൂറിൽ 3 മണിക്കൂർ വെച്ച് 3 പാർട്ട് ആക്കാനുള്ള പടമാണ് 2 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തത്. ദുരന്തറിന്റെ ബാക്കി, അതായത് സെക്കൻഡ് പാർട്ട് ഈ മാസം 19-നാണ് വേൾഡ് വൈഡായി റിലീസിനെത്തുന്നത്. സെക്കൻഡ് പാർട്ടും ഒരു വലിയ സിനിമയാണ്. പടത്തിന്റെ ഡ്യൂറേഷൻ ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ദുരന്തർ 2 ഏതാണ്ട് 4 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷൻ വരുന്നുണ്ട്. കൃത്യമായി പറഞ്ഞ 3 മണിക്കൂറും 55 മിനിറ്റുമാണ് ദുരന്തർ 2 സിനിമയുടെ ഡ്യൂറേഷനായി പറയുന്നത്. ഈ നൂറ്റാണ്ടിൽ വന്നിട്ടുള്ളതിൽ 4 മണിക്കൂറിനടുത്ത് ദൈർഘ്യം വരുന്ന 6ാമത്തെ ഇന്ത്യൻ സിനിമയും മോഡേൺ സിനിമയാണ് ദുരന്തർ 2. വാളയാർ പരമശിവം 2004 പുറത്തിറങ്ങിയ ദിലീപ് സിനിമയായിരുന്നു റൺവേ. ഭയങ്കര കൾട്ട് ഫാൻ ബേസ് ഉള്ളൊരു പടമാണ് അന്നും ഇന്നും. പുള്ളി അധികം മാസ് പടങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരെണ്ണം അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. അങ്ങനെ 2017 ഒഫീഷ്യലായി റൺവേ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തു, വാളയാർ പരമശിവം. പക്ഷെ പടം അനൗൺസ് ചെയ്തിട്ട് 9 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. പല കാരണങ്ങൾ, ഒരുപാട് ഡിലേ, അങ്ങനെ ഈ പടം മുടങ്ങി കിടക്കുമായിരുന്നു. പടം ഇനി നടക്കത്തില്ല എന്ന് വരെയായി. പലരും ഇങ്ങനെ ഒരു പടത്തെപ്പറ്റി മറന്ന്. എന്നാൽ ഇപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ വാളയാർ പരമശിവൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. റൺവേയുടെ 2ാം ഭാഗമായി വാളയാർ പരമശിവൻ ശരിക്കും സംഭവിക്കാൻ പോവാണ്. പടം വീണ്ടും ഓണായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റൈറ്റർ സിബി കെ തോമസ്, അതായത് ഉദയകൃഷ്ണ സിബി കെ തോമസിലെ സിബി കെ തോമസ് ആദ്യമായി ഇൻഡിപെൻഡന്റ് ആയി എഴുതാൻ പോകുന്ന പടമാണ് വാളയാർ പരമശിവം. വാളയാർ പരമശിവം സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വരും മാസങ്ങൾ ഉണ്ടാകുമെന്നാണ് അപ്ഡേറ്റ് വരുന്നത്. സൂര്യ 47 സൂര്യനായകനാക്കി ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ് സൂര്യ 47. പടത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. ഒരു ചെറുത് അപ്ഡേറ്റ് പടത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗത്തു നിന്നാണ്. പടത്തിന്റെ ഷൂട്ട് മാർച്ച് 3-ന് ചെന്നൈയിൽ ആരംഭിക്കും. സൂര്യ 46 സൂര്യയുടെ 46ാമത്തെ സിനിമയാണ്. ലക്കി ഭാസ്കർ സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത വെങ്കി അക്കലൂർ ഡയറക്ട് ചെയ്യുന്ന സൂര്യ 46. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം സൂര്യ 46 സിനിമയുടെ ഭാഗത്തുനിന്ന് ആ അപ്ഡേറ്റ് എത്തി. സൂര്യ 46 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നാളെ 10/18-ന് പുറത്തുവിടും. നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് പടത്തിന്റെ ടൈറ്റിൽ വിശ്വനാഥ് ആൻഡ് സൺസ് എന്നാണ്. എന്തായാലും നാളെ ഫസ്റ്റ് ലുക്ക് വരുമ്പോ അറിയാം അത് തന്നെയാണോ ഇനി വേറെ വല്ലതുമാണോ എന്ന്. ദൃശ്യം 2013-ലാണ് ജിത്തു ജോസഫ് ഡയറക്ഷനിൽ ലാലേട്ടന്റെ ലീഡിൽ ദൃശ്യ സിനിമ റിലീസ് ആവുന്നത്. ശേഷം 8 വർഷത്തിന് ശേഷം 2021-ൽ ദൃശ്യത്തിന്റെ 2ാം ഭാഗമായിട്ടുള്ള ദൃശ്യം 2 എത്തി. ഇപ്പോ 2026-ൽ ദൃശ്യത്തിന്റെ 3ാം ഭാഗമായിട്ടുള്ള ദൃശ്യം 3യും വരാൻ പോവുകയാണ്. ഏപ്രിൽ 2 റിലീസ്. എന്നാൽ ദൃശ്യം ഫ്രാഞ്ചൈസ് 3-ൽ നിൽക്കുന്നില്ല. ദൃശ്യം 4ഉം ഉണ്ടായിരിക്കും. ദൃശ്യം 3ക്ക് പുറമെ ദൃശ്യം സിനിമയ്ക്ക് ഒരു 4ാം ഭാഗം കൂടി ഉണ്ടായിരിക്കുമെന്ന് ദൃശ്യത്തിലെ ആക്ടർ ആയിട്ടുള്ള ഗണേഷ് കുമാർ ഇപ്പോ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4ഉം ഉണ്ടായിരിക്കും. ആട് ഷാജി പാപ്പന്റെ 3ാമത്തെ വരവ് ഒരു 1.5 വരവായിരിക്കും. ആട് 3യുടെ ഒഫീഷ്യൽ ട്രെയിലറിന് പുറത്തുവിട്ടിരുന്നു. എല്ലാവരും കണ്ടായിരുന്നോ? സംഭവം പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് വലുതാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ 2 പാർട്ടുകളിൽ നിന്ന് മാറി എപ്പിക് ഫാന്റസിയിലേക്ക് ഒരു ജേർണൽ ഷിഫ്റ്റോട് കൂടിയാണ് 3ാം ഭാഗം വരുന്നത്. ട്രെയിലറൊക്കെ നൈസായിരുന്നു. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പടത്തിന്റെ ഒരു വലിപ്പം എന്താണെന്ന്. ഈ കഴിഞ്ഞ പടങ്ങളെക്കാളും വലിയൊരു വേൾഡ് ബിൽഡിംഗ് ആണ് ഈ പടത്തിന്. മലയാള സിനിമയിൽ ഇത്രയും സെലിബ്രേറ്റ് ചെയ്ത് ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ വീണ്ടും അതേ ഫോമിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വൻ എക്സൈറ്റ്മെന്റ് ഉള്ള പരിപാടിയാണ്. അതുമാത്രമല്ല, 3rd പാർട്ട് ഡബിൾ ഡോസിലാണ്. പടം 2 പാർട്ടുകളായാണ് വരുന്നത്. പാർട്ട് 1 ലാസ്റ്റ് റൈഡ് ആണ് മാർച്ച് 19-ന് വരുന്നത്. വെയിറ്റിംഗ് ആണ്.